Hi all, this is the day 4 of creating new online business without any investment. എൻ്റെ പേര് ടെൻസൺ ഡേവിഡ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഒരു നീഷ് സെലക്ട് ചെയ്തിരുന്നു. ആ നീഷിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കണം. നമ്മുടെ ബിസിനസ്സിനൊരു ബ്രാൻഡ് നെയിം കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പാർട്ണറും കൂടി ചേർന്ന് ഞങ്ങളൊരു ഡീപ്പ് ഡിസ്കഷനിൽ എൻ്റർ ചെയ്തു. എങ്ങനെ ഇരിക്കണം ആ പേര്, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ കുറച്ച് ഡിസ്കഷനിൽ എൻ്റർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് ബ്രീഫിംഗ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് മെയിൻലി 3 കാര്യങ്ങളാണ് ഞങ്ങൾ അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തത്. നമുക്കൊരു ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു നെയിം എന്താവണം. പിന്നെ നമ്മുടെ പെറ്റ് നീഷിനെ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതുപോലെ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്ന, പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ആയിട്ടുള്ളൊരു നെയിം ആയിരിക്കണം എന്നുള്ള ഒരു 3 കാര്യങ്ങളാണ് ഞങ്ങൾ മേജർലി സ്റ്റിക്ക് ഓൺ ചെയ്തത്. അത് ബേസ് ചെയ്തിട്ട് ഞങ്ങൾ ചാറ്റ് ജിപിടിയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിരുന്നു. ഡീപ് സീക്കിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നു. പക്ഷേ അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടിയില്ല. ദെൻ ഫൈനലി ഞങ്ങളൊരു ബ്രെയിൻ സ്റ്റോം സെക്ഷൻ പിന്നെയും കുറച്ചുകൂടി ഇൻ ഡെപ്തിലേക്ക് പോയി. ആൻഡ് ഫൈനലി വി ഫൈൻഡ് ഔട്ട് എ നെയിം വിച്ച് ഈസ് കോൾഡ് ടിങ്കിൾ ടെയിൽസ്. ടിങ്കിൾ ടെയിൽസ് എന്ന് പേരിടാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ, ടിങ്കിൾ എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഹാപ്പിനെസ്സിനെയും ഒരു ജോയ്ഫുൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ പെറ്റ് നീഷിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ഒരു വേർഡിംഗ് ആയിട്ട് തോന്നി. സോ അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ നെയിമിങ് വന്നിരിക്കുന്നത് ടിങ്കിൾ ടെയിൽസ്. നമ്മുടെ ബ്രാൻഡ് നെയിം നമ്മൾ അങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ആൾക്കാർക്ക് പെട്ടെന്ന് പറയാനും, ഇപ്പോൾ ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള, ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു നെയിമായിട്ട് ഇതിനെ ഫീൽ ചെയ്തു. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ടിങ്കിൾ ടെയിൽസ് എന്നുള്ളൊരു നെയിം കൊണ്ടുവന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഉള്ള ബ്രാൻഡ് നെയിംസിന് ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവരണം ഒരു കാര്യം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെറ്റർ ലോഗോ നെയിം കിട്ടി. ദെൻ ദിസ് ഈസ് എ ഡേ 4 ഓഫ് ക്രിയേറ്റിംഗ് ന്യൂ ഓൺലൈൻ ബിസിനസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നമ്മുടെ ലോഗോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ടാറ്റ, ബൈ ബൈ.